ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പുതിയതായിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ പേര് വരുന്ന വൈഭവ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനങ്ങ് തുടക്കം കുറിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ എടുക്കാമെന്ന് കരുതിയായിരുന്നു ഇരുന്നത്. പക്ഷേ ഓരോരോ കാരണങ്ങളാൽ ഞങ്ങൾക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. പോകെ പോകെ ഒരു ഷോപ്പൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് മാറണമെന്നാണ് ആഗ്രഹം. ഇപ്പം ഞങ്ങൾ വീടിൻ്റെ മുകളിൽ തന്നെ ഒരു റൂമിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ മെറ്റീരിയൽ വേണ്ട ആ രീതിയിൽ തുണിയെടുത്ത് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഓൺലൈനായിട്ട് ഡെലിവറി വരെ ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് രണ്ട് ചുരിദാറും ഒരു സാരി ബ്ലൗസും ആയിരുന്നു സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളതൊക്കെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ അവളിതേ ചുരിദാറ് വെട്ടി. ചുരിദാറിൻ്റെ പാൻറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരിദാറിൻ്റെ ടോപ്പിന് ലൈനിങ് തുണി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ലൈനിങ് തുണി എടുക്കുന്നതുകൊണ്ട് അത് നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് നാളെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നു. ബ്ലൗസിൻ്റെ ഹെം ചെയ്യാനായിട്ട് അതിൻ്റെ പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ട് പേർക്കും പനിയും ജലദോഷവും ചുമയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ തുണിയുടെ പൊടി അടിക്കുമ്പോൾ വല്ലാതെ അങ്ങ് തുമ്മാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാസ്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, തുണിയുടെ പൊടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, പിന്നെ തുമ്മൽ മാറാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കയറിയപ്പോഴേ മാസ്ക് വെച്ചുകൊണ്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ കൈത്തയ്യൽ തയ്ക്കാനുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കൈത്തയ്യൽ തയ്ക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷെ ഒരു കാര്യം, ഇതിൻ്റെ കൈത്തയ്യൽ തയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു മണിക്കൂറോളം വേണം എനിക്കൊരു ബ്ലൗസിൻ്റെ കൈത്തയ്യൽ തയ്ച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. കഴുത്ത് ഭയങ്കര പാടാണ്. അത്രയും റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നേരമാവും കേട്ടോ. പിന്നെ അതിന് കൊളുത്ത് വയ്ക്കണം. പെട്ടെന്ന് തന്നെ ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ കഴുത്ത് തയ്ക്കാനും എൻ്റെ കൈത്തയ്യൽ തയ്ക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്, അപ്പോൾ മറ്റേത് എടുത്തപ്പോഴാണ് കാണുന്നത് അതിന് ലൈനിങ് ഇല്ലെന്ന്. പിന്നെ പാൻറ്റ് വെട്ടിയത് കൊണ്ട് പാൻറ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചുരിദാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാത്തതാണ്. ടോപ്പിന് ലൈനിങ് ഇല്ല, പാൻറ്റിന് ലൈനിങ് ഇല്ല. പാൻറ്റ് സ്ട്രെയിറ്റ് ബോട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായത്. ടോപ്പ് ഒരു കോളർ നെക്കുമായിരുന്നു കേട്ടോ. ഷർട്ട് കോളർ വെച്ചായിരുന്നു ടോപ്പ് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതേ കോളർ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഷർട്ട് കോളർ പോലെയാണ് അപ്പോൾ നമ്മളിതിൻ്റെ കോളർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലൊരു ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഷോ ബട്ടൺ ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലും ഷോ ബട്ടൺ കൊടുക്കാനുണ്ട്. അപ്പോൾ പാൻറ്റ് ഇതുപോലെയാണ് വരുന്നത്. പാൻറ്റിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ഫൈനൽ ഇതാണ് കേട്ടോ. ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധാരണ സാരി ബ്ലൗസാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ ഇനി സാരിയുടെ ബ്ലൗസും എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളിത് രാവിലെ തയ്ച്ച ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഈ പാൻറ്റ് മാത്രമേ തയ്ച്ചുള്ളൂ. ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.